ആകാശവാണി നിയമസഭയിൽ ഇന്ന് തയ്യാറാക്കിയത് അനീഷ് ഐലം, മാധ്യമപ്രവർത്തകൻ. അവതരണം ലക്ഷ്മി ശ്രീവിജയ. 15ാം നിയമസഭയുടെ 11ാം സമ്മേളനം അവസാനിക്കാൻ ഒരു നാൾ ശേഷിക്കെ രാഷ്ട്രീയത്തിനും ഭരണ നിയമനിർമ്മാണ നടപടികൾക്കും ഒരുപോലെ പ്രാധാന്യം നൽകിയ ദിവസമായിരുന്നു ഇന്ന്. സർക്കാർ ആനുകൂല്യങ്ങളുടെ കുടിശ്ശിക സമയബന്ധിതമായി അനുവദിക്കുന്നതിന് മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയും ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകൾ പാസാക്കിയും അപരാഹ്ന സമ്മേളനത്തിൽ ധനകാര്യ ബിൽ പരിഗണനയ്ക്കെടുക്കാനുള്ള ഉപക്ഷേപ നടപടികളുമായി സമ്പുഷ്ടമായിരുന്നു സഭ. അതിനൊപ്പം സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ചുള്ള അടിയന്തര പ്രമേയ നോട്ടീസ് സഭയെ പ്രക്ഷുബ്ധമാക്കുകയും ചെയ്തു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കെ രമയാണ് അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി തേടി സംസാരിച്ചത്. അതിക്രമങ്ങൾ സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ് മറുപടി നൽകേണ്ടതെങ്കിലും വനിതാ വികസന വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി വീണ ജോർജാണ് മറുപടി പറഞ്ഞത്. ഇത് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചു. പ്രശ്നം ലാഘവത്തോടെ എടുക്കുകയാണ് സർക്കാരെന്ന് കെ രമ ആരോപിച്ചു. മുഖ്യമന്ത്രി സഭയിൽ മറുപടി പറയാത്തത് ഇതിനുദാഹരണമാണ്. പൂച്ചാക്കലിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ പോലീസ് നടപടിയെടുക്കാത്തതും കാലടി കോളേജിലെ പെൺകുട്ടികളുടെ ഫോട്ടോ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതിക്കെതിരെ നടപടിയെടുക്കാത്തതും ഉയർത്തിക്കാട്ടി സർക്കാരിനെ പ്രതിരോധത്തിലാക്കി. പൂച്ചാക്കലിൽ പട്ടാപ്പകൽ പെൺകുട്ടിയെ ആക്രമിച്ച പ്രതി സിപിഎമ്മുകാരനാണെന്ന് കെ രമ ആരോപിച്ചു. ക്യുസാറ്റിൽ പെൺകുട്ടിയോട് മോശമായി പെരുമാറിയത് സിപിഎം അനുഭാവിയായ അധ്യാപകനാണ്. കാലടി കോളേജിൽ പെൺകുട്ടികളുടെ ചിത്രം അശ്ലീല സൈറ്റിൽ പ്രചരിപ്പിച്ചത് SFIക്കാരനായിരുന്നു. പ്രതിയെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുകയായിരുന്നു. KCA കോച്ച് പെൺകുട്ടികളെ പീഡിപ്പിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരെ സർക്കാർ പൂഴ്ത്തിവെച്ചുവെന്ന് കുറ്റപ്പെടുത്തി. ആരോപണ വിധേയരെ സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമം. ഇരയ്ക്കൊപ്പം എന്നു പറഞ്ഞ് വേട്ടക്കാർക്കൊപ്പം സർക്കാർ നിൽക്കുകയാണെന്നും കെ രമ പറഞ്ഞു. എന്നാൽ പൂച്ചാക്കലിൽ പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ മർദ്ദിച്ച സംഭവത്തിൽ 2 പ്രതികളെ അറസ്റ്റ് ചെയ്തതായി മന്ത്രി വീണ ജോർജ് മറുപടി നൽകി. സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം നടക്കുന്നുണ്ട്. കാലടി കോളേജിലെ പെൺകുട്ടികളുടെ ഫോട്ടോ പ്രചരിപ്പിച്ച സംഭവത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തുവെന്നും മന്ത്രി വീണ ജോർജ് അറിയിച്ചു. സർക്കാരിന് കുറ്റകൃത്യങ്ങളോട് ഒരൊറ്റ നിലപാടേ ഉള്ളൂ എന്നും ഇത്തരം സംഭവങ്ങളിൽ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്നും അവർ പറഞ്ഞു. CPM പ്രതികളെ സംരക്ഷിക്കുന്നില്ല. KCAയിൽ കുട്ടികളെ പീഡിപ്പിച്ച കോച്ച് ഇപ്പോൾ ജയിലിലാണ്. പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് താനും സൈബർ ആക്രമണത്തിന് ഇരയായതായും വീണ ജോർജ് പറഞ്ഞു. ഇടത് നേതാക്കൾക്ക് എതിരെ സൈബർ ആക്രമണം നടത്തിയവർക്ക് കോൺഗ്രസ് പിന്നീട് പദവി നൽകി. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് ഇടത് സ്ഥാനാർത്ഥിക്കെതിരെ മോർഫ് ചെയ്ത് ചിത്രം പ്രചരിപ്പിച്ചു. വടകരയിൽ KK ശൈലജയ്ക്കെതിരെ RMP നേതാവ് പറഞ്ഞത് എന്താണെന്നും അവർ ചോദിച്ചു. മന്ത്രിയുടെ മറുപടിയുടെ അടിസ്ഥാനത്തിൽ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്ന ഉപക്ഷേപത്തിന് അനുമതി സ്പീക്കർ നിഷേധിച്ചു. ഇതോടെ പ്രതിപക്ഷം വാക്കൌട്ട് നടത്തി. കാപ്പ കേസിൽ പ്രതിയായ ആളെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ച ആളാണ് നിലപാട് പഠിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വാക്കൌട്ട് പ്രസംഗത്തിൽ പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെ സംസ്ഥാനത്ത് വർദ്ധിച്ചുവരുന്ന അതിക്രമങ്ങളെക്കുറിച്ചാണ് കെ രമ ഉപക്ഷേപത്തിന് അനുമതി തേടിയത്. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ ആക്രമണങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിച്ചു വരികയാണെന്ന് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പരിശോധിച്ചാൽ വ്യക്തമാകും. ആരോഗ്യമന്ത്രി പറഞ്ഞതുപോലെ ഒരു നിലപാട് നമുക്കെല്ലാവർക്കും ആവശ്യം. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടായി നിലപാടെടുക്കണം. നമ്മുടെ മക്കളെപ്പോലെയും കുടുംബാംഗങ്ങളെപ്പോലെയും അവരെ കാണാനാകണം. അരൂരിൽ 19 വയസ്സുകാരിയായ ദളിത് പെൺകുട്ടി പരാതി നൽകിയിട്ടും പോലീസ് അന്വേഷിച്ചില്ല. 12 ക്രിമിനൽ കേസിലെയും കാപ്പ കേസിലെയും പ്രതിയെ മാലയിട്ട് പാർട്ടിയിലേക്ക് സ്വീകരിച്ച ആരോഗ്യമന്ത്രിയാണ് നിലപാടിനെക്കുറിച്ച് പ്രതിപക്ഷത്തെ പഠിപ്പിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരായ അതിക്രമങ്ങൾ അവസാനിപ്പിക്കാൻ നടപടി സ്വീകരിക്കണം. 6 വയസ്സുകാരിയായ പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ DYFIക്കാരനെ പോലീസ് സംരക്ഷിച്ചുവെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. തുടർന്നാണ് വാക്കൌട്ട് നടത്തിയത്. രാവിലെ ചോദ്യോത്തരവേളയിൽ പ്രതിപക്ഷ നേതാവിനെ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ട്രയൽ റൺ ഉദ്ഘാടനത്തിന് ക്ഷണിക്കാത്തത് വിൻസെന്റ് ചൂണ്ടിക്കാട്ടി. എന്താണുണ്ടായതെന്ന് പരിശോധിച്ച് തിരുത്താൻ ശ്രമിക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ മറുപടിയിൽ വ്യക്തമാക്കി. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുയർന്ന ചോദ്യോത്തരവേളയിലെ ചർച്ചകൾക്കിടയിലാണ് ഈ വിഷയം ഉയർന്നത്. കുട്ടനാട്ടിലെ ഗതാഗത പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള തോമസ് തോമസിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസും അംഗൻവാടി ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും വേതനവും പെൻഷനും കാലാനുസൃതമായി പരിഷ്കരിക്കണമെന്ന PC വിഷ്ണുനാഥിന്റെ ശ്രദ്ധ ക്ഷണിക്കലിന് ആരോഗ്യമന്ത്രി വീണ ജോർജും മറുപടി നൽകി.
കോഴിക്കോട് സ്വദേശി മുഹമ്മദ് ആട്ടൂർ എന്നയാളെ കാണാനില്ലെന്ന കുടുംബത്തിന്റെ പരാതിയിൽ കൊയിലാണ്ടി പോലീസ് സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിവരികയാണെന്ന് കെ മുനീറിന്റെ സബ്മിഷന് മറുപടിയായി മുഖ്യമന്ത്രി പറഞ്ഞു. കോഴിക്കോട് സിറ്റി സബ് ഡിവിഷൻ അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക സംഘമാണ് നിലവിൽ കേസ് അന്വേഷിക്കുന്നതെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. കാസർഗോഡ് നഗരത്തിൽ മോഷണ കേസുകൾ തടയുന്നതിന് കർശനവും ഫലപ്രദവുമായ നടപടികളാണ് പോലീസ് സ്വീകരിച്ചിട്ടുള്ളതെന്ന് നെല്ലിക്കുന്നിന്റെ സബ്മിഷന് മുഖ്യമന്ത്രി മറുപടി നൽകി. രാത്രികാലങ്ങളിൽ പോലീസ് പട്രോളിംഗ് ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനു പുറമെ കാസർഗോഡ് ടൌൺ കേന്ദ്രീകരിച്ച് ഹൈവേ പോലീസും കൺട്രോൾ റൂം ടീമും കൃത്യമായ ഇടവേളകളിൽ പട്രോളിംഗ് നടത്തിവരികയാണ്. ബാങ്കുകൾ, മറ്റു വ്യാപാര സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിൽ കൃത്യമായ നിരീക്ഷണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. അടഞ്ഞുകിടക്കുന്ന വീടുകളെക്കുറിച്ച് പോലീസിന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ സ്പെഷ്യൽ പട്രോളിംഗും തുടർച്ചയായ നിരീക്ഷണവും നടത്തുന്നുണ്ട്. മോഷണ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അവസരങ്ങളിൽ ശാസ്ത്രീയമായ അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്തുന്നതിന് സത്വര നടപടികളാണ് സ്വീകരിച്ചുവരുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിവിധ ഉപക്ഷേപങ്ങൾക്ക് മന്ത്രിമാർ മറുപടി നൽകി. തുടർന്ന് സബ്ജക്ട് കമ്മിറ്റി 5 അധ്യക്ഷനായ പൊതുമരാമത്ത് മന്ത്രി എ മുഹമ്മദ് റിയാസ് കമ്മിറ്റിയുടെ 2023 ഏപ്രിൽ 1 മുതൽ 2024 മാർച്ച് 31 വരെയുള്ള ആനുകാലിക റിപ്പോർട്ടും 2023-2024 സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകളുടെ പരിശോധന സംബന്ധിച്ച 3ാമത് റിപ്പോർട്ടിലെ ശുപാർശകളിന്മേലുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടും സമർപ്പിച്ചു. വൈദ്യുതി വകുപ്പ് മന്ത്രിയും സബ്ജക്ട് കമ്മിറ്റി 7 അധ്യക്ഷനുമായ കെ കൃഷ്ണൻകുട്ടി 2023 ഏപ്രിൽ 1 മുതൽ 2024 മാർച്ച് 31 വരെയുള്ള ആനുകാലിക റിപ്പോർട്ടും 2023-24 സാമ്പത്തിക വർഷത്തെ ധനാഭ്യർത്ഥനകളുടെ പരിശോധന സംബന്ധിച്ച 3ാമത് റിപ്പോർട്ടിലെ ശുപാർശകളിന്മേലുള്ള ആക്ഷൻ ടേക്കൺ റിപ്പോർട്ടും സർക്കാർ നൽകുന്ന ഉറപ്പുകൾ സംബന്ധിച്ച സമിതിയുടെ അധ്യക്ഷനായ കെ മജീദ്, സമിതിയുടെ 4ാമത് റിപ്പോർട്ടും ഔദ്യോഗിക ഭാഷ സംബന്ധിച്ച സമിതിയുടെ അധ്യക്ഷനായ മാത്യു ടി തോമസ്, സമിതിയുടെ 5ാമത് റിപ്പോർട്ടും മുതിർന്ന പൌരന്മാരുടെ ക്ഷേമം സംബന്ധിച്ച സമിതിയുടെ അധ്യക്ഷനായ കുഞ്ഞമ്മദ് കുട്ടി മാസ്റ്റർ സമിതിയുടെ 4ാമത് റിപ്പോർട്ടും സമർപ്പിച്ചു. തുടർന്നാണ് ചട്ടം 300 അനുസരിച്ച് ആനുകൂല്യങ്ങൾ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രസ്താവന നടത്തിയത്. ക്ഷേമ പെൻഷൻ കുടിശ്ശിക സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. നിലവിൽ 5 മാസത്തെ പെൻഷൻ കുടിശ്ശികയാണ്. ഈ സാമ്പത്തിക വർഷം 2 ഗഡുവും അടുത്ത സാമ്പത്തിക വർഷം 3 ഗഡുവും വിതരണം ചെയ്യും. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയിൽ പ്രത്യേക ഉത്തരവിറക്കും. ഓരോ സാമ്പത്തിക വർഷവും 2 ഗഡു വീതം കൊടുത്ത് കുടിശ്ശിക തീർക്കും. 3 വർഷം കൊണ്ട് കേന്ദ്ര ഗ്രാന്റിൽ 19,000 കോടിയുടെ കുറവ് ഉണ്ടായി. കേന്ദ്രാവിഷ്കൃത പദ്ധതികളിൽ നിന്നുപോലും പിന്മാറുന്ന അവസ്ഥയുണ്ടായി. തനത് വരുമാനം കൂട്ടിയാണ് പിടിച്ചു നിൽക്കുന്നത്. ക്ഷേമാനുകൂല്യങ്ങളിൽ കുടിശ്ശികയുണ്ട്. സമയബന്ധിതമായി സർക്കാർ കുടിശ്ശിക നിവാരണം നടത്തും. സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂട്ടാൻ സർക്കാരിന് പദ്ധതിയുണ്ട്. ചെലവ് ചുരുക്കലിന് ശക്തമായ നടപടികൾ സ്വീകരിക്കും. വിവിധ വകുപ്പുകൾ ഈ മാസം 31-നകം പ്രത്യേകം ഉത്തരവിറക്കണം. കടുത്ത പണഞ്ഞെരുക്കത്തിനിടയിലും സർക്കാർ അവശ്യ വിഭാഗത്തെ ചേർത്ത് നിർത്തുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 2024-25 സാമ്പത്തിക വർഷത്തെ ബജറ്റിലേക്കുള്ള ഉപധനാഭ്യർത്ഥനകളെയും 2016-17, 17-18, 18-19, 19-20 എന്നീ സാമ്പത്തിക വർഷങ്ങളിലെ അധിക ധനാഭ്യർത്ഥനകളെയും സംബന്ധിച്ച ചർച്ചയും വോട്ടെടുപ്പും സഭയിൽ നടന്നു. കടകംപള്ളി സുരേന്ദ്രൻ, IC ബാലകൃഷ്ണൻ, CK ആശ, PK ബഷീർ, സെബാസ്റ്റ്യൻ കളത്തുങ്കൽ, മോൻസ് ജോസഫ്, ദിലീമ, MM മണി, P നന്ദകുമാർ, T സിദ്ദിഖ്, PP ചിത്തരഞ്ജൻ, DK മുരളി, അഹമ്മദ് ദേവർകോവിൽ, PK കുഞ്ഞാലിക്കുട്ടി, GS ജയലാൽ, KV സുമേഷ്, പ്രതിപക്ഷ നേതാവ് VD സതീശൻ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. തുടർന്ന് ഉപധനാഭ്യർത്ഥനകൾ വോട്ടിനിട്ട് പാസാക്കി. അതിനുശേഷം നിയമനിർമ്മാണ കാര്യത്തിനായി സമ്മേളനം ചേർന്നു. സബ്ജക്ട് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്ത പ്രകാരമുള്ള 2024 കേരള ധനകാര്യ ബിൽ ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച വൈകിയും തുടരുകയാണ്. ഈ സഭാ സമ്മേളനം ഇന്ന് അവസാനിക്കും. തുടർന്ന് അനിശ്ചിതകാലത്തേക്ക് സഭ പിരിയും. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്.